ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തയ്ക്കാപ്പവും ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ബീഫ് റോസ്റ്റ് നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്ന് നമുക്ക് ഏത്തയ്ക്കാപ്പം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്ന് പഴുത്ത് പോകാത്ത ഏത്തപ്പഴം വേണം കേട്ടോ എടുക്കാൻ, എങ്കിൽ നല്ലതുപോലെ പഴുത്തതും വേണം. അപ്പം ആ ഒരു ഏത്തപ്പഴം എടുത്തു. ഇത് നല്ലതുപോലെ സ്കിന്നൊക്കെ കളഞ്ഞ് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഫ്ലോറൊക്കെ എടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 250 ml 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഏലക്ക ഇട്ട് കൊടുക്കുമ്പോൾ ഞാനൊരു 2 ഏലക്ക ഇതിലോട്ട് അതിൻ്റെ അരി മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു മാവിനൊക്കെ നല്ലൊരു മധുരമൊക്കെ കിട്ടും. നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ മധുരം ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് ഉപ്പ് ഒന്നിട്ടിട്ട് നല്ലതുപോലെ ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ച് നല്ല ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. കുറച്ച് ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് നല്ലതുപോലെ ചൂടായി വരണം. ഇപ്പം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഓരോ ഏത്തപ്പഴവും ആ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ചെറിയ പാത്രം ആയതുകൊണ്ട് 3 എണ്ണം മാത്രമേ ഇതിലിടാൻ പറ്റുള്ളൂ. അപ്പം ഒരു സൈഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡോടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഏലക്കയുടെ ആ ഫ്ലേവറും കുറച്ച് പഞ്ചസാര ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഏത്തയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ബീഫ് റോസ്റ്റിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോവുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.